ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണം തുടർഭരണത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിൽ CPIM. ധ്രുവീകരണം മുന്നണിക്കെതിരായാൽ ഭരണ തുടർച്ചയ്ക്ക് സാധ്യത മങ്ങും എന്നാണ് CPIM നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പോളിംഗ് ശതമാനം കുത്തനെ ഉയർന്ന ഇത്തവണത്തെ വോട്ടെടുപ്പിന്റെ കണക്കുകൾ പരിശോധിച്ച CPIM ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ ഇളക്കമുണ്ടായിട്ടുണ്ടെന്നത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മലബാർ മേഖലയിലടക്കം ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണം സംഭവിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണെന്ന നിഗമനത്തിലാണ് പാർട്ടി നേതൃത്വം. ഇത് ഇടതുമുന്നണിക്ക് എതിരാകുമോ എന്നതാണ് CPIM നേതൃത്വത്തിന്റെ ആശങ്ക. 2016-ലും 2021-ലും ഇടതുമുന്നണിയെ അധികാരത്തെത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണയാണ്. ഈ പിന്തുണ നഷ്ടപ്പെട്ടാൽ ഭരണം നിലനിർത്തുക പ്രയാസമാണെന്ന് CPIM തിരിച്ചറിയുന്നു. എന്നാൽ ലോക്സഭയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും സംഭവിച്ചതുപോലെ ശക്തമായ ധ്രുവീകരണം ഉണ്ടായില്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നാണ് നിഗമനം. തുടർഭരണം ഉണ്ടാകും, നല്ല രീതിയിൽ തന്നെ ഇടതുപക്ഷത്തിന് ജയിച്ചു വരാൻ സാധിക്കുമെന്ന് വിശ്വാസമായിരുന്നു. ന്യൂനപക്ഷ ധ്രുവീകരണം UDF-ന് അനുകൂലമായാൽ തന്നെ കാന്തപുരം വിഭാഗത്തിന്റെയും SDPIയുടെയും വോട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് CPIM-ന്റെ പ്രതീക്ഷ. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിന് ബദലായി ഭൂരിപക്ഷ സമുദായങ്ങളെ പിന്തുണ കിട്ടിയെന്നും പ്രതീക്ഷിക്കുന്നു. എന്നാൽ SDPIയുടെ പിന്തുണ ഭൂരിപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിന് വിഘാതമായോ എന്നതും CPIM-ന്റെ ആശങ്കയാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.